ഫ്രണ്ട്സ്, ഒരുപാട് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനിൽ ട്രൈ ചെയ്ത് റിജക്ഷൻ കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുള്ള ലോൺ ഏതാണെന്ന് ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല കിഡിലൊരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലോണാണ് അപ്രൂവൽ ആയിട്ടുള്ളത് ആ ലോൺ ഇവർ കാണിച്ചു തരും. നമുക്ക് അതിൽ ത്രൂ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് ഏതാണ് ആപ്പ് എന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയ ആപ്പല്ല, വെബ്സൈറ്റാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചോ, നിങ്ങൾക്ക് ഭാവിയിൽ ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ള ലോൺ ആപ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ബാങ്ക് റെക്കോർഡ്സിലെ നെയിം അതുപോലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഒരു OTP വരുന്നതായിരിക്കും, 1 ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും. ആ OTP അതിൽ എൻ്റർ ചെയ്യുക. ദെൻ അവർ ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ പാൻ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ നമ്മുടെ ജെൻഡർ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഗ്രാജുവേറ്റ് ആണ്, ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാലറിയുടെ എത്രയാണെന്നുള്ളത്, നമ്മുടെ സാലറി, മാസ സാലറി എത്രയാണ്, നമുക്ക് അതിന് മുമ്പ് എത്രയാണ് ലോൺ വേണ്ടതെന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. യുവർ ഡിസൈഡ് ലോൺ എമൗണ്ട്. അതിനുശേഷം നമ്മുടെ മന്ത്ലി ഇൻകം താഴെ എത്രയാണെന്ന് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഇവിടെ ഒരു 20,000 കൊടുക്കുകയാണ്. ഓക്കെ, അതിന് നമ്മൾ സാലറി മോഡ്, നിങ്ങൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോൺ പർപ്പസ് ആണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ആണ്, ഹോം ബിൽഡിംഗ് ആണ്, എന്താണോ മെഡിക്കൽ എക്സ്പെൻസ് ഏതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇത് സാലറിയുടെ ആണെങ്കിൽ സാലറിയുടെ അത് കൊടുക്കുക. ശേഷം പേഴ്സണൽ ഇമെയിൽ, നമ്മുടെ ഇമെയിൽ ID അതുപോലെ മറ്റേ പ്രൊഫഷണലൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കൊടുക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അഡ്രസ്സും കൂടെ, നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ അത് എൻ്റർ ചെയ്യുക. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസ് ഡീറ്റെയിൽസ്, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കമ്പനി നെയിമും, കമ്പനി എങ്ങനത്തെ ടൈപ്പാണ്, പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ്, ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്, അതും കൊടുക്കുക. എക്സ്പീരിയൻസും കൊടുക്കുക. ഇതിനുശേഷം ഇപ്പോൾ എനിക്കിവിടെ ഒരു അപ്രൂവൽ ആയിട്ടുള്ളൊരു ലോണാണ് ഒലീവിൻ്റെ, ഏകദേശം 5 ലക്ഷം വരെയാണ്. അപ്പോൾ ഈ അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ലോൺ അപ്രൂവൽ ആയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഈ ആപ്പ് ത്രൂ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക, കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.